നമസ്കാരം. ചലഞ്ചർ ആപ്പിന്റെ ടീച്ചിങ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാത്തിരുന്ന ഹൈസ്കൂൾ ടീച്ചറിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡിസംബർ 31 നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞു. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അന്ന് പറഞ്ഞ 5 സബ്ജക്റ്റുകളോട് തന്നെയാണ് വന്നിരിക്കുന്നത്. 6 സബ്ജക്റ്റിലോടാണ് വന്നിരിക്കുന്നത്. ഹിന്ദി ഉൾപ്പെടെ 6 സബ്ജക്റ്റിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോഷ്യൽ സയൻസ് ഒഴികെയുള്ള ബാക്കി സബ്ജക്റ്റുകൾക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ വിശദവിവരങ്ങളോട് കിടക്കാം. അതിന് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. അപ്പോൾ ഇതാണ് കേരള ഗസറ്റ് എന്ന് പറഞ്ഞിട്ട് ഒട്ടനവധി നോട്ടിഫിക്കേഷൻസ് ഒരുമിച്ചാണ് കേരള PSC പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ ജനറൽ PSC ഭാഗമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, അതുപോലെ തന്നെ ആണെങ്കിൽ ടീച്ചിങ് കോഴ്സുകളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ടീച്ചിങ് കോഴ്സുകൾ മാത്രം നോക്കാം. ടീച്ചിങ് പരീക്ഷകൾ മാത്രം നോക്കാം. 599/2024 ഹൈസ്കൂൾ ടീച്ചർ ഗണിതശാസ്ത്രം, മലയാളം മീഡിയം ഹൈസ്കൂൾ ടീച്ചർ ഗണിതശാസ്ത്രം. ഓക്കെ, 599/2024 എന്നുള്ളതാണ് അതിന്റെ ഒരു കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. ജില്ലാ തലത്തിലാണ്. ഓക്കെ, 41,300 തൊട്ട് 87,000 വരെയാണ് ഇതിന്റെ ശമ്പള സ്കെയിൽ കൊടുത്തിരിക്കുന്നത്. ജില്ലാ അടിസ്ഥാനത്തിലാണ്. 14 ജില്ലകൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജില്ലകളിലോട്ടുള്ള വാക്കൻസി കൊടുത്തിട്ടില്ല. പ്രതീക്ഷിത ഒഴിവുകൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു നിലവിലുള്ള ലിസ്റ്റിന്റെ കാലാവധി തീർന്നതിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എല്ലാ ഒഴിവുകളും ഈ ഒരു ലിസ്റ്റ് പ്രകാരമായിരിക്കും എന്തായാലും നികത്താൻ പോകുന്നത്. ഓക്കെ, ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി മറ്റെല്ലാ ടീച്ചിങ് പരീക്ഷകളെ പോലെ തന്നെ 18 തൊട്ട് 40 വയസ്സ് വരെ തന്നെയാണ്. അത് എക്സാക്ട്ലി അതിന് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 2/1/1984 1/1/2006 ഇടയിൽ ജനിച്ച ആളുകളായിരിക്കണം. പിന്നെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, SC ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നിയമപ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ഒക്കെ ഇളവുണ്ടായിരിക്കും എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ യോഗ്യതകളാണ് പല ആളുകൾക്കും കൺഫ്യൂഷൻ ഒരു ഭാഗമാണ്. യോഗ്യത എടുത്ത് പറഞ്ഞിരിക്കുന്നത് 1 എന്ന് പറയുന്നത് കേരളത്തിലെ സർവകലാശാലകൾ നൽകിയിട്ടുള്ളതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ മാത്തമാറ്റിക്സിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ ഉള്ള ബിരുദം ഉണ്ടായിരിക്കണം. കൂടാതെ ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിൽ ഏതെങ്കിലും സർവകലാശാലകൾ നൽകിയിട്ടുള്ളതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള BEd ബിരുദം ഉണ്ടായിരിക്കണം. അപ്പം ഒന്ന് ഡിഗ്രി, ഓക്കെ, റെസ്പെക്റ്റീവ് സബ്ജക്ട് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെയാണെങ്കിൽ ആ റെസ്പെക്റ്റീവ് സബ്ജക്റ്റിലുള്ള BEd കേരളത്തിലെ സർവകലാശാല അംഗീകരിച്ചിട്ടുള്ള BEd ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് കേരള സർക്കാർ ഈ തസ്തികയുമായി നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് KTET കാറ്റഗറി 3 പാസ് ആയിരിക്കണമെന്ന് രണ്ടാമത്തെ യോഗ്യതയായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതില് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഒക്കെ ആ എക്സെപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്, എക്സ്ക്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നിനും താഴെ കുറിപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിശദവിവരങ്ങളിലോട്ട് ഞാൻ കടക്കുന്നില്ല. ഉദാഹരണത്തിന് നെറ്റോ അല്ലെങ്കിൽ CTETോ അല്ലെങ്കിൽ സെറ്റോ MPhilോ PhDയോ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ MEd ഉള്ള ആളുകൾക്കൊക്കെ ഈ KTET കാറ്റഗറി 3 പാസ് ആവേണ്ട ആവശ്യമില്ല. അതെല്ലാം വിശദവിവരങ്ങൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതാണ് മാത്തമാറ്റിക്സിന്റെ ആ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാനുള്ളത്. ഇനി അടുത്തത് മാത്തമാറ്റിക്സിന് പുറമെ വന്നിരിക്കുന്ന മറ്റൊരു നോട്ടിഫിക്കേഷനാണ് 601/2024 എന്ന് പറയുന്നത് ഹൈസ്കൂൾ ടീച്ചർ മലയാളം ടീച്ചർ നോട്ടിഫിക്കേഷൻ ആണ്. എല്ലാത്തിനും സെയിം തന്നെയാണ്. 41,300 തൊട്ട് 87,000 വരെയാണ്. ജില്ലാടിസ്ഥാനത്തിലാണ്. പ്രതീക്ഷിത ഒഴിവുകളാണ്. ഓക്കെ, ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. കേരളത്തിലെ സർവകലാശാല അംഗീകരിച്ചിട്ടുള്ള മലയാള ഭാഷയിലുള്ള ബിരുദം അല്ലെങ്കിൽ പാർട്ട് 3 പാറ്റേൺ 2 മലയാളം ഒരു ഐച്ഛിക വിഷയമായി എടുത്ത് ലഭിച്ചിട്ടുള്ള ബിരുദം. കൂടാതെ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയിട്ടുള്ളത് അംഗീകരിച്ചിട്ടുള്ളതായിട്ടുള്ള BEd BT അല്ലെങ്കിൽ LT ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയ പൗരസ്ത്യ ഭാഷ മലയാളം പഠനത്തിലുള്ള ടൈറ്റിലും കേരള ഗവൺമെന്റ് പരീക്ഷാ കമ്മീഷൻ നൽകിയ ഭാഷാധ്യാപക പരിശീലന സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അങ്ങനെ അതാണ് അതിന്റെ വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ അതിന് എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്. KTET കാറ്റഗറി 3 പാസ്സായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറ്റൊരു നോട്ടിഫിക്കേഷൻ ആണ് 602/2024 എന്ന് പറയുന്നത്. അത് നാച്ചുറൽ സയൻസ് ആണ്, മലയാള മാധ്യമം. ഓക്കെ, 41,300 തൊട്ട് 87,000 വരെ തന്നെയാണ്. ഇതേ യോഗ്യതയാണ്, ഇതേ ഏജ് ആണ്. അതിൽ ഇത് മാത്രമേ മാറുന്നുള്ളൂ, സബ്ജക്റ്റ് മാത്രമേ മാറി വരുന്നുള്ളൂ. യോഗ്യത വരുന്ന സമയത്ത് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള സർക്കാർ അംഗീകരിച്ച അല്ലെങ്കിൽ കേരള സർവകലാശാല അംഗീകരിച്ച ബിരുദം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെയാണെങ്കിൽ BEd ഉണ്ടായിരിക്കണം. KTET കാറ്റഗറി 3 പാസ്സായിരിക്കണം. ഇനി 603/2024 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ, ഓക്കെ, അത് ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് ആണ്. ഓക്കെ, അതും 14 ജില്ലകളിലോട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെയാണെങ്കിൽ 604/2024 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ അത് ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദിയാണ്. അതുപോലെ തന്നെയാണെങ്കിൽ 605/2024 എന്ന് പറയുന്നത് ഹൈസ്കൂൾ ടീച്ചർ, ഓക്കെ, ഫിസിക്കൽ സയൻസ്. ഓക്കെ, ഇത്രയും ഹൈസ്കൂൾ ടീച്ചർ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കണ്ടത് ഗണിതശാസ്ത്രമായിരുന്നു. പിന്നീട് ഹിന്ദി, അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, മലയാളം, ഇംഗ്ലീഷ് എന്നിങ്ങനെ 6 സബ്ജക്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതിൽ ഇനി വരാൻ ബാക്കിയുള്ളത് സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ ആണ്. സോഷ്യൽ സയൻസിൽ നോട്ടിഫിക്കേഷൻ വൈകാനാണ് സാധ്യത. കഴിഞ്ഞ വർഷം അതിന്റെ ലിസ്റ്റൊക്കെ വന്നത് കുറച്ച് വൈകിയിട്ടാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ സയൻസിൽ നോട്ടിഫിക്കേഷൻ വരില്ല എന്ന് ആരും വിചാരിക്കരുത്. സോഷ്യൽ സയൻസിൽ നോട്ടിഫിക്കേഷൻ വൈകാതെ തന്നെ വരുന്നതായിരിക്കും. 1-2 മാസങ്ങൾക്കിടയിൽ തന്നെ വരുന്നതായിരിക്കും. ഈ പരീക്ഷകളുടെ കൂട്ടത്തിൽ തന്നെ, ഈ HSA പരീക്ഷകളുടെ കൂട്ടത്തിൽ തന്നെ സോഷ്യൽ സയൻസിന്റെ പരീക്ഷ നടക്കും. അതിൽ
യാതൊരു സംശയമില്ല. ജനുവരി 1-ാം തീയതി ടെന്റേറ്റീവ് എക്സാമിനേഷൻ കലണ്ടർ നാളെ ആനുവൽ കലണ്ടർ PSC പുറത്തിറക്കുമ്പോൾ ഈ പറയുന്ന പരീക്ഷകളൊക്കെ ഏത് മാസമാണ് ഏറെക്കുറെ അപ്രോക്സിമേറ്റ്ലി നടക്കാൻ പോകുന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ലഭിക്കും. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും പഠനം ആരംഭിക്കുക. ചലഞ്ചർ ആപ്പിൽ HSA കോഴ്സുകൾ, ഈ പറയുന്ന 6 HSA കോഴ്സുകൾ ഹിന്ദി ഒഴികെ ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഇംഗ്ലീഷ്, മലയാളം, മാത്തമാറ്റിക്സ് എന്നിവയുടെ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക. എല്ലാവർക്കും വിദ്യാശംസകൾ നേരുന്നു. താങ്ക് യു.